ശോഭാ സുരേന്ദ്രനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി ആലപ്പുഴയിലെ ബി.ജെ.പി. നേതാവായ ബിന്ദു വിനയ്കുമാർ. ബി.ജെ.പിയിലെ ഗുണ്ട നേതാവാണ് ശോഭാ സുരേന്ദ്രനെന്നും ശോഭയ്ക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്നുമുള്ള അതീവ ഗൗരവതരമായ വെളിപ്പെടുത്തലുകളാണ് അല്പസമയം മുമ്പ് കൈരളി ന്യൂസിനോട് ബിന്ദു വിനയ്കുമാർ നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന്. പാലക്കാട്ട് ശോഭാ സുരേന്ദ്രൻ പണം നൽകി സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം ഉയർന്ന സംഭവം, ആ പണവുമായി ആ സ്ത്രീയെ അങ്ങോട്ടേക്ക് അയച്ചത് ഈ ബിന്ദു വിനയ്കുമാറാണെന്ന ശോഭാ സുരേന്ദ്രന്റെ ആരോപണം. അതിനുശേഷം ബിന്ദു വിനയ്കുമാറുമായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ഏറ്റവും മോശം ഭാഷയിലുള്ള ടെലിഫോൺ സംഭാഷണം, ഇതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അതിന്റെ തുടർച്ചയിലാണ് ഈ ബിന്ദു വിനയ്കുമാറിനെതിരെ, ശോഭാ സുരേന്ദ്രനെതിരെ പരാതി നൽകിയ ബിന്ദു വിനയ്കുമാറിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നത് ബി.ജെ.പി. നേതൃത്വം. അതിന്റെ തുടർച്ചയിലാണ് അവർ ഞങ്ങളോട് ഈ വളരെ ഗൗരവതരമായ ആക്ഷേപങ്ങൾ പറഞ്ഞിരിക്കുന്നത്, വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴയിലെ ബി.ജെ.പി. നേതാവായിരുന്ന രഞ്ജിത്തിന്റെ മരണത്തിലടക്കം ബി.ജെ.പി. നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്നുമാണ് ഇപ്പോൾ ബിന്ദു വിനയ്കുമാർ കൈരളി ന്യൂസിനോട് പറഞ്ഞിരിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ മരണപ്പെടാനിടയായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തെ ഇതുപോലെ ഈ പാർട്ടിയിൽ ഒതുക്കാൻ ശ്രമിക്കുകയും അദ്ദേഹം കരഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഈ പ്രസ്ഥാനം എന്നെ ഒതുക്കാൻ ശ്രമിക്കുകയാണെന്ന്. പിന്നീട് ഈ തലേ ദിവസം വെട്ടും കുത്തുമൊക്കെ ഉണ്ടാകുന്ന ആ ദിവസം എല്ലാ നേതാക്കന്മാരും പോയി പ്രിൻസ് ഹോട്ടൽ തുടങ്ങിയുള്ള പല ഹോട്ടലുകളിലും രാത്രിയിൽ താമസിച്ചിട്ടും അദ്ദേഹത്തെ മാത്രം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നീട് ആ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്നോട് ഇതേക്കുറിച്ച് സങ്കടം പറയുകയുണ്ടായി. അപ്പോൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് എല്ലാവരും കണ്ണീരൊഴുക്കി രക്തസാക്ഷിക്ക് വേണ്ടി ഓടി നടന്നിട്ട് കാര്യമില്ല. എൻ്റെ ജീവൻ എനിക്ക് വലുതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടാനിടയായത്. നിങ്ങളൊന്നും രഞ്ജിത്തിന്റെ മരണത്തിലും ഇതുപോലുള്ള ദുരൂഹതകളൊക്കെ ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള ദുരൂഹതകൾ നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ തീവ്രവാദ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മാതൃഭൂമി പത്രത്തിൽ ഒരു ഈ നമ്മുടെ ഈ ക്രിസ്തുമസിനോടനുബന്ധിച്ച് ശോഭാ സുരേന്ദ്രൻ സ്വന്തമായി ഒരു പരസ്യം കൊടുക്കുകയും അതിൻ്റെ ഫണ്ട് പത്രത്തിലേക്ക് എവിടെ നിന്ന് വന്നു എന്ന് നിങ്ങൾ അന്വേഷിക്കുമ്പം നിങ്ങൾക്ക് ഈ ബന്ധത്തെക്കുറിച്ച് ഏത് തരത്തിലുള്ള തീവ്രവാദ ബന്ധമാണ് അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുകയാണ് വേണ്ടത്. ഗൗരവതരമായ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ബിന്ദു വിനയ്കുമാർ നടത്തിയിരിക്കുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വിവരങ്ങളുമായി ഷാജഹാൻ കൂടി ആലപ്പുഴയിൽ ചേരുകയാണ്. ഷാജി, ഒരു കാലത്ത് ഒരുമിച്ച് നടന്ന ആളുകളാണ് ഇപ്പോൾ ഈ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നോക്കൂ, എന്തൊക്കെ ആരോപണങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് തീവ്രവാദ ബന്ധമുണ്ട്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ മരണത്തിൽ ബി.ജെ.പി. നേതാക്കളുടെ അടക്കം പങ്ക് അന്വേഷിക്കേണ്ട സാഹചര്യമുണ്ട്. ആ ബാക്കിയുള്ളവരെല്ലാം സുരക്ഷിത ഇടങ്ങളിലേക്ക്, ഹോട്ടലുകളിലേക്ക് മാറിയപ്പോൾ എന്തുകൊണ്ട് രഞ്ജിത്ത് ശ്രീനിവാസനെ മാത്രം മാറ്റിയില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ബി.ജെ.പി. നേതൃത്വത്തോട് ഉന്നയിക്കുകയാണ് ബിന്ദു വിനയ്കുമാർ. അതീവ ഗൗരവതരമായ ആക്ഷേപങ്ങൾ. തീർച്ചയായിട്ടും മനു, വളരെ ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ബിന്ദു വിനയ്കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയത് ജനങ്ങളെ കബളിപ്പിച്ചത് ഏത് തരത്തിലായിരുന്നു എന്നുള്ളവർ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇവരെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ബിന്ദുവിനെ വിളിച്ച് സംസാരിച്ചതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, നിങ്ങളെ ഞാൻ തീർത്തു കളയും, ഇനി നിങ്ങൾ പാർട്ടിയിൽ ഉണ്ടാകത്തില്ല, നിങ്ങൾ പാർട്ടിയിൽ വേണോ അതെന്നെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്നവർ പറഞ്ഞിരുന്നു. അത് വളരെ വ്യക്തമാണ്. കാര്യം ശോഭാ സുരേന്ദ്രനാണ് പാർട്ടിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റിന് യാതൊരുവിധ അതിൻ്റെ അകത്ത് ഇടപെടാനുള്ള കഴിവുമില്ല എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ ബിന്ദു വിനയ്കുമാറിനെ പുറത്താക്കിയതായിട്ടുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നത്. അതിനുശേഷമാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതിലാണ് വളരെ ഗൗരവതരമായിട്ടുള്ള ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന കാര്യം. രഞ്ജിത്ത് ശ്രീനിവാസൻ അന്ന് കൊല ചെയ്യപ്പെടും, അല്ലെങ്കിൽ ബി.ജെ.പിയിൽ ആരെങ്കിലും അവർ തിരിച്ച് കൊല ചെയ്യുമെന്നുള്ളൊരു സൂചന ഉണ്ടായിട്ട് പോലും മറ്റു നേതാക്കളെല്ലാവരും ഹോട്ടലുകളിൽ കയറി അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടും എന്തുകൊണ്ട് രഞ്ജിത്ത് ശ്രീനിവാസനെ മാത്രം ഇക്കാര്യം അറിയിക്കുകയോ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിക്കുക. അതിനോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന് തീവ്രവാദ ബന്ധമുണ്ട് എന്നവർ അടിവരയിട്ട് പറയുന്നു. അതിന് പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് ഈ കഴിഞ്ഞ ഡിസംബറിൽ വന്നൊരു പരസ്യം, മാതൃഭൂമിയിൽ വന്നൊരു പരസ്യത്തിൽ പണം നൽകിയത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മാത്രം മതി, അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നമ്മുടെ സംശയം. ഇത്രയും ഗൗരവതരമായ ആക്ഷേപങ്ങൾ ശോഭാ സുരേന്ദ്രനെ പോലെ ബി.ജെ.പിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെതിരെ ആ പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട നേതാവായ മറ്റൊരു വ്യക്തി ഉന്നയിക്കുമ്പോൾ അത് വെറുതെ ഉന്നയിക്കുമോ? ശോഭാ സുരേന്ദ്രൻ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വന്നാൽ അവർ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കുള്ള തെളിവുകൾ ഈ ബിന്ദു വിനയ്കുമാറിന്റെ കൈവശം ഉണ്ടാകില്ലേ? അതുകൊണ്ടല്ലേ ഇത്ര ഉറപ്പിൽ, ഇത്ര ആത്മവിശ്വാസത്തിൽ അവർ ഇങ്ങനെ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്? തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ആരോപണങ്ങളോ ഇങ്ങനെ പരസ്പരം ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന നേതൃത്വം ഇടപെടാറുണ്ട്. മറ്റു പാർട്ടികളിലൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു കീഴ്വഴക്കം കാണാറുണ്ട്. പക്ഷേ
BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ എവിടെയാണ്? അദ്ദേഹത്തിന് ഈ പാർട്ടിയിൽ ആ ഒരു ബന്ധവുമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന ചോദ്യങ്ങൾ. കാരണം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ മറുപടി പറയേണ്ടത് അദ്ദേഹമാണ്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി, അതായത് BJPയുടെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളിൽ ഒരാളായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെതിരെയാണ്. അവർ ഗുണ്ടാ നേതാവാണ്, അവർക്ക് തീവ്രവാദ ബന്ധമുണ്ട്, ബെഞ്ച് ശ്രീനിവാസന്റെ മരണത്തിൽ അവർക്ക് അല്ലെങ്കിൽ ഈ നേതൃത്വത്തിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചൊരു പെൺകുട്ടിക്കെതിരെ ഒരു പീഡന ശ്രമം നടന്നിട്ട് അതിനെക്കുറിച്ചുള്ള ഒരു പരാതി നൽകിയിട്ട് ശോഭാ സുരേന്ദ്രൻ നൽകിയിട്ടും അതോടൊപ്പം തന്നെ അവരുടെ അനുയായികൾക്ക് അത് നൽകിയിട്ട് പോലും അതിന് യാതൊരു നടപടിയും ഉണ്ടാകാതെ മറിച്ച് ആ പെൺകുട്ടി അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇങ്ങനെ അതീവ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ BJP നേതൃത്വത്തിനെതിരെ. ഇത് BJPയിലെ ശോഭാ സുരേന്ദ്രനെതിരെ മാത്രമല്ല, BJP നേതൃത്വത്തിനെതിരെയുള്ള ഒരു ആരോപണം തന്നെയാണ്. തീർച്ചയായിട്ടും അതിന് മറുപടി പറയണം, സംസ്ഥാന പ്രസിഡന്റ് മറുപടി പറയണം, സംസ്ഥാന നേതൃത്വം മറുപടി പറയണം. എന്തായാലും ഈ കാര്യത്തിൽ ശോഭാ സുരേന്ദ്രനെതിരെ വലിയൊരു വിഭാഗം മാറി വന്ന് ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെതിരെ ശക്തമായിട്ട് രംഗത്ത് വരുന്നു. അതിന് മുന്നിൽ നിർത്തിയിരിക്കുന്നത് ഈ ബിന്ദു വിനയകുമാറിനെ തന്നെയാണ് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം. അത്തരം കൂടുതൽ ആളുകൾക്ക് നേരിട്ട് ശോഭാ സുരേന്ദ്രനത്തെ ഏറ്റുമുറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിൽ പാർട്ടിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തായി അല്ല, ഈ ശോഭാ സുരേന്ദ്രൻ ക്യാമ്പിന്റെ സംശയം എന്താണ്? ബിന്ദു വിനയകുമാറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറുവിഭാഗങ്ങളുടെ ഒരു നീക്കമാണ് നടക്കുന്നത് എന്ന സംശയത്തിലാണോ ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പ് ഉള്ളത്? തീർച്ചയായിട്ടും അത്തരമൊരു നീക്കത്തിൽ തന്നെ, അത്തരം ഒരു സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഗ്രൂപ്പുള്ളത്. നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്കറിയാം. ആ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഈ ബിന്ദു വിനയകുമാർ മാറിയിരിക്കുകയാണ് കാര്യം എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എങ്കിലും അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ BJPയുടെ ജില്ലാ നേതൃത്വത്തിനും അല്ല സംസ്ഥാന നേതൃത്വത്തിനുമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ഈ സംസ്ഥാന നേതൃത്വം ഇപ്പോഴും മൗനം പാലിക്കുന്നു? 2 ദിവസമായി വാർത്ത കൊണ്ടുവന്നിട്ട് ഇന്നലെ ഏതാണ്ട് രാവിലെ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് നമ്മൾ ഈ വാർത്ത, കഴിഞ്ഞ ദിവസം ഈ വാർത്ത നമ്മൾ വെള്ളിയാഴ്ച കൊണ്ടുവരുന്നത്. പക്ഷെ വെള്ളിയാഴ്ച ഈ വാർത്ത വന്നതിന് ശേഷം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയിരിക്കുന്നു. 2 ദിവസമായിട്ടും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം ഇതുവരെ യാതൊരുവിധ കാര്യങ്ങളും പറയുന്നില്ല. പക്ഷെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള ഭയമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ജസ്റ്റിൻ, അയാൾ എങ്ങനെ മരണപ്പെട്ടു, അതിൽ ദുരൂഹതയുണ്ട്. ഇങ്ങനെ ഇവരുടെ രഹസ്യങ്ങൾ അറിയാവുന്ന ജസ്റ്റിൻ ശോഭാ സുരേന്ദ്രനോടൊപ്പം കുറെ കാലം ഉണ്ടായിരുന്ന ഒരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഇവരോട് അറ്റ അനുയായിയായിട്ട് നടന്നിരുന്ന വ്യക്തിയാണ്. കുറച്ചു കാലത്തിനിടയ്ക്ക് ഇവർ തമ്മിൽ ശത്രുത വരുന്നു, പിന്നീട് ഇയാൾ മരണപ്പെടുന്നു. അതെങ്ങനെ മരിച്ചു എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. കാര്യം അവരൊരു ആരോപണമായിട്ട് വെക്കുന്നുവെങ്കിൽ പോലും അത് അന്വേഷിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ തെളിവുകൾ കണ്ടെത്താൻ സാധിക്കുമെന്ന ഉറപ്പാണ് ഈ ബിന്ദു വിനയകുമാർ നമുക്ക് നൽകുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ടല്ലോ, അതായത് ഈ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നമ്മൾ ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്യുന്നു, തുടർന്ന് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു. ഈ വാർത്ത പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ തനിക്കും ഏറ്റവും മോശം സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നൊരു ഭയവും അവർ പങ്കുവയ്ക്കുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങളൊക്കെ വിചാരിക്കുക ഞാൻ BJP നിന്നുകൊണ്ട് BJP നേതാവിനെതിരെ ഇങ്ങനത്തെ ഒരു ഓഡിയോ വന്നപ്പോൾ അതെന്തുകൊണ്ട് പുറത്തു വിട്ടു എന്ന് നിങ്ങൾ ചോദിക്കും. പക്ഷേ ഞാനിത് പുറത്തു വിടാതെ മൗനം പാലിച്ച ഒരു പാർട്ടി പറയുന്നത് കേട്ടിരുന്നിരുന്നുവെങ്കിൽ എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു സ്വാഭാവിക മരണമായിട്ട് മാറും. അതിന്റെ പിന്നിൽ വലിയ അന്വേഷണം നടക്കില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വന്ന പരാതികൾ അല്ലെങ്കിൽ ഭീഷണികളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കേട്ടതല്ലേ? അതിൽ നിന്ന് എന്നെ ശരിയാക്കി കളയും, എന്നെ തീർത്ത് കളയുമൊക്കെ പറഞ്ഞതല്ലേ? അതൊക്കെ തന്നെ ശരിയാകുന്നില്ല. കാര്യം എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, ഇപ്പോൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ അവരെ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ആ ഒരു ഭീഷണി ഉറപ്പായിട്ടും അവർക്കെതിരെ ഉണ്ടാകുമെന്നുള്ളൊരു ഭയം കൊണ്ട് തന്നെയാണ് ആ ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിടാൻ തയ്യാറായത്. ശരി, ഓക്കെ, താങ്ക് യു. ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതീവ ഗൗരവതരമായ ആരോപണങ്ങളാണ് ശോഭാ സുരേന്ദ്രനെതിരെ, BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ ശോഭാ സുരേന്ദ്രനെതിരെ ആലപ്പുഴയിലെ ഇപ്പോൾ BJPയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ബിന്ദു വിനയകുമാർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. ശോഭയ്ക്ക് തീവ്രവാദ ബന്ധമുണ്ട്, അതോടൊപ്പം തന്നെ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ BJP പ്രവർത്തകന്റെ കൊലപാതകത്തിൽ BJP നേതാക്കളുടെ പങ്കടക്കം അന്വേഷിക്കണം എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം മുന്നോട്ട് വച്ചിരിക്കുകയാണ് ബിന്ദു വിനയകുമാർ. വളരെ ഗൗരവതരമായ ഒരു സാഹചര്യം. പക്ഷേ BJPയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇതുവരെ ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യവും മറുഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു.